ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ബോളിവുഡ് താരം ദീപിക പദുക്കോണിന്റെ ആ 8 മണിക്കൂർ ജോലി സമയത്തെക്കുറിച്ചുള്ള വാർത്ത ഈയിടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുമായി ചില ചിന്തകൾ പങ്കുവയ്ക്കാനും പിന്നെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമാണ് ഇന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത്. ശരിയാണ്. ഈ ജോലി, ജീവിതം, അതിന്റെ ഒരു ബാലൻസ് വളരെ പ്രസക്തമായ വിഷയം. അതെ. ഇപ്പോൾ ജോലിസ്ഥലത്തെ സമയക്രമങ്ങളെക്കുറിച്ചും ജീവിതത്തിലെ ഈ ബാലൻസിനെക്കുറിച്ചുമുള്ളൊരു ആഴത്തിലുള്ള ചർച്ചയിലേക്ക് കടക്കാം. ദീപിക തന്റെ പുതിയ സിനിമ സ്പിരിറ്റിൽ അഭിനയിക്കാൻ 8 മണിക്കൂർ ജോലി സമയം ആവശ്യപ്പെട്ടു എന്ന വാർത്ത നിങ്ങൾ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് വലിയ വാർത്തയായിരുന്നല്ലോ. അതെ. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും ചില വിവാദങ്ങളും ഉണ്ടായി. നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്ര പ്രസക്തമാവുന്നത്? ഓർക്കുന്നുണ്ടാവും, 2024 സെപ്റ്റംബറിൽ ദീപിക ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അതിനുശേഷം പ്രഭാസ് നായകനാകുന്ന സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ് എന്ന സിനിമയിൽ നിന്ന് അവർ പിന്മാറി എന്ന് വാർത്തകൾ വന്നു. കാരണം പറയുമ്പോഴാണ് ഈ ചർച്ചയുടെ തുടക്കം. റിപ്പോർട്ടുകൾ അനുസരിച്ച് 8 മണിക്കൂർ ജോലി സമയം, പിന്നെ ഏകദേശം ഒരു 20-25 കോടി രൂപ പ്രതിഫലം. അതോടൊപ്പം സിനിമയുടെ ലാഭത്തിൽ ഒരു വിഹിതം, പിന്നെ തെലുങ്കിൽ ഡയലോഗ് പറയില്ല, ഡബ്ബ് ചെയ്യണം. ഇതൊക്കെയായിരുന്നു ആവശ്യങ്ങൾ എന്ന് പറയപ്പെടുന്നു. ശരി. ഇതിൽ മറ്റെല്ലാത്തിനേക്കാളും ഈ 8 മണിക്കൂർ ജോലി എന്ന ആവശ്യമാണ് ഏറ്റവും വലിയ ചർച്ചയായത്. അതെന്താ അങ്ങനെ? കാരണം സാധാരണ സിനിമാ ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് ബോളിവുഡിൽ 12 മുതൽ 16 മണിക്കൂർ വരെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ സാധാരണമാണ്. ചിലപ്പോൾ അതിലും കൂടും. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ടല്ലേ? അപ്പോൾ അതിനിടയിൽ 8 മണിക്കൂർ എന്നത് ഒരു വലിയ ആവശ്യപ്പെടലായി പലർക്കും തോന്നി. ഇതിനെ തുടർന്നാണ് സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക, പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും, ഒരു നടിക്കെതിരെ അൺപ്രൊഫഷണൽ എന്ന് എക്സിൽ ട്വിറ്റർ പോസ്റ്റ് ചെയ്തത്. അത് ദീപികയെക്കുറിച്ചാണെന്ന് പലരും ഊഹിച്ചു അല്ലേ? അതെ, അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇതിനെ ചിലർ യുക്തിസഹമല്ലാത്ത ആവശ്യം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു സംശയം. ഒരു പുതിയ അമ്മ തന്റെ ആരോഗ്യത്തിനും കുഞ്ഞിനും വേണ്ടി കൂടുതൽ സമയം ചോദിക്കുന്നത് അത് ശരിക്കും തെറ്റാണോ? അതൊരു നല്ല ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ, പ്രത്യേകിച്ചും ഒരു അമ്മ, സ്വന്തം ആവശ്യങ്ങൾക്കായി ചില അതിരുകൾ വെക്കുമ്പോൾ അത് ഇത്ര വിവാദമാകുന്നത്? ഇവിടെയാണ് ഈ വിഷയം വെറുമൊരു സിനിമാ വാർത്ത എന്നതിലുപരി ഒരു സാമൂഹിക പ്രസക്തി നേടുന്നത്. ഇത് നിരന്തരമായി അമിത ജോലിയെ ഒരു ഹീറോയിസം പോലെ കാണുന്ന ഒരു സിസ്റ്റത്തിനെതിരെയുള്ള ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ടാണ് മണിരത്നം, അജയ് ദേവ്ഗൺ, പങ്കജ് ത്രിപാഠി, ബറൂൺ സോബ്ധയെ പോലുള്ളവർ ദീപികയെ പിന്തുണച്ചത്. ഓഹോ, അവരൊക്കെ പിന്തുണച്ചോ? തീർച്ചയായും. മണിരത്നം പറഞ്ഞത് ഇതൊരു ന്യായമായ ആവശ്യമാണ്, ഒരു നല്ല സൂചനയാണ് എന്നാണ്. ശരി. പങ്കജ് ത്രിപാഠിയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ നീണ്ട ഷൂട്ടിംഗ് കാരണം തങ്ങൾക്ക് ചിലപ്പോൾ കലാകാരന്മാരല്ല, വെറും തൊഴിലാളികളാണെന്ന് തോന്നുന്നു എന്നാണ്. ജോലിയിൽ ഞങ്ങളെ വലിച്ചിഴയ്ക്കുകയാണ്, 16-18 മണിക്കൂറായി ഞാൻ ഇതിൽ പെട്ടിരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് ശരിയാണ്. ഈ സാഹചര്യം നമ്മളോടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ സ്വന്തം ആരോഗ്യം, കുടുംബബന്ധങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മളത് മറന്നുപോകും. നമ്മളിൽ പലർക്കും ഈ 8 മണിക്കൂർ എന്നതുപോലും ഒരു സ്വപ്നമായിരിക്കും അല്ലേ? ദീപികയുടെ കാര്യം പറയുമ്പോൾ അവർ മാനസിക ആരോഗ്യത്തിനായി ദ ലിവ് ലവ് ലാഫ് ഫൗണ്ടേഷൻ എന്നൊരു സംരംഭം നടത്തുന്നുണ്ട്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, സന്തുലിതാവസ്ഥ കണ്ടെത്തുമ്പോഴാണ് ഞാൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതെ, അതിനൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പുൽകിത് ശർമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ അമിതമായ സ്ട്രെസ് കാരണം ചെറുപ്പക്കാരിൽ പോലും ഹാർട്ട് അറ്റാക്ക്, പ്രമേഹം, BP പോലുള്ള ജീവിതശൈലീ രോഗങ്ങൾ കൂടുകയാണെന്ന്. ശരിയാണ്. ഹോളിവുഡിലെ കാര്യം നോക്കൂ. റോബിൻ വില്യംസ്, ഹീത്ത് ലെഡ്ജർ, കാരി ഫിഷർ, ഈയിടെ അന്തരിച്ച മാത്യു പെറി, ഇവരുടെയൊക്കെ ജീവിതത്തിൽ അമിതമായ ജോലിഭാരവും പ്രശസ്തിയുടെ സമ്മർദ്ദവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. അതെ. ദീപികയുടെ ഈ തീരുമാനം ഒരുപക്ഷെ ഈയൊരു പശ്ചാത്തലത്തിൽ കൂടി കാണണം. പിന്നെ ബോളിവുഡിൽ തന്നെ സൽമാൻ ഖാനും അക്ഷയ് കുമാറുമൊക്കെ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ചും ജോലി സമയം ക്രമീകരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. ദീപികയുടെ കാര്യത്തില് ഈ ലിംഗവിവേചനത്തിന്റെ ഒരു ആംഗിൾ കൂടി ചിലർ പറയുന്നുണ്ട്.
പുരുഷതാരങ്ങൾ സമാനമായ ആവശ്യങ്ങൾ വയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ പ്രൊഫഷണലായി കാണും. അതൊരു പോയിന്റാണ്. പക്ഷേ ഒരു സ്ത്രീ, പ്രത്യേകിച്ചും അമ്മയായ ശേഷം അത് ചെയ്യുമ്പോൾ അൺപ്രൊഫഷണൽ എന്ന് മുദ്ര കുത്തപ്പെടുന്നു എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. പിന്നെ തെലുങ്ക് സംസാരിക്കില്ല എന്നതും ഒരു പ്രശ്നമായി പറഞ്ഞു. അത് ശരിയാണ്. പക്ഷെ പാൻ ഇന്ത്യൻ സിനിമകളിൽ, അതായത് പല ഭാഷകളിൽ ഇറങ്ങുന്ന വലിയ സിനിമകളിൽ പ്രധാന താരങ്ങൾക്ക് പോലും മറ്റു ഭാഷകളിൽ ഡബ്ബ് ചെയ്യുന്നത് ഇപ്പോൾ സാധാരണമാണല്ലോ. അതെ അതെ. നടൻ റാണ ദഗുപതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. ചിലർക്ക് 8 മണിക്കൂർ മതിയാകും, ചിലർക്ക് 4 മണിക്കൂർ മതി. ശരിയാണ്. തെലുങ്ക് സിനിമയിൽ 8 മണിക്കൂർ ഷിഫ്റ്റുകൾ സാധാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. അവസാനം ആരും ആരെയും നിർബന്ധിക്കുന്നില്ല, ഇതൊരു തിരഞ്ഞെടുപ്പാണ്. ദീപിക ഒരു തിരഞ്ഞെടുപ്പ് നടത്തി, അവരുടെ ആരോഗ്യത്തിനും കുടുംബത്തിനും വേണ്ടി. അതെ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ജീവിതമെന്നത് അത് ജോലിക്ക് വേണ്ടി മാത്രമുള്ള ഒന്നല്ല. ആരോഗ്യവും കുടുംബബന്ധങ്ങളും ഒരുപോലെ പ്രധാനമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ? സ്വന്തം ആരോഗ്യത്തിന് മുൻഗണന നൽകണം. വളരെ പ്രധാനം. പ്രിയപ്പെട്ടവർക്കൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം. ചുറ്റുമുള്ള ചെറിയ ചെറിയ നിമിഷങ്ങൾ ആസ്വദിക്കാൻ പഠിക്കണം. ഓർക്കുക, സ്വന്തം ആവശ്യങ്ങൾക്കും ആരോഗ്യത്തിനും വേണ്ടി അതിരുകൾ നിശ്ചയിക്കുന്നത് ഒരു കുറവല്ല, അതൊരു ശക്തിയാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബാലൻസ് കണ്ടെത്തുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ചിന്തകളും ഇതുപോലുള്ള പ്രചോദനാത്മകമായ കഥകളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ theopenmicpodcasts@gmail.com എന്ന വിലാസത്തിൽ എഴുതുക. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.